അജ്മീൻ്റെ പുട്ടുപൊടി കൊണ്ട് എങ്ങനെ നല്ല പൂ പോലത്തെ നെയ്പ്പത്തിരി ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് അജ്മീൻ്റെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് പുട്ടുപൊടിക്ക് 3.5 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം മാറ്റി ഒരു 10 മിനിറ്റിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം അതിലേക്ക് ആവശ്യമായ തേങ്ങ ചെരുകയും 1 സ്പൂൺ ജീരകവും ഒരു ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്ത് തേങ്ങ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ബോൾസ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഉപ്പിടാൻ മറക്കരുത്. അതിനുശേഷം നമ്മുടെ പത്തലോട് അച്ചെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കുറച്ച് കാലം കൂടി തന്നെ പരത്തിയെടുക്കാല്ലേ. നെയ്പ്പത്തിൽ നല്ല പൊങ്ങി വരും. നോക്ക് മക്കളെ, നോക്ക്, നല്ല പാങ്ങല പൊങ്ങി വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. എനിക്കാണെങ്കിൽ സന്തോഷം കൊണ്ടിരിക്കാൻ പോയാ. കാരണം എനിക്ക് നെയ്പ്പത്തിൽ ചുടാൻ അറിയില്ല. നെയ്പ്പത്തിൽ ചുട്ടിട്ട് പൊന്തി വരുന്ന കാണുമ്പോൾ എന്റെ മനസ്സിലൊരു ലഡു പൊട്ടി. ഞാൻ ചുട്ട നെയ്പ്പത്തിൽ നല്ല ഇത്രയും കറക്റ്റ് ആയിട്ട് വന്നത് നമ്മൾ അജ്മീന്റെ പുട്ടുപൊടി ഉണ്ടോണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ എന്റെ നെയ്പ്പത്തിൽ പൊന്തലുണ്ടാട്ടെ. അല്ല, ഈ നെയ്പ്പത്തിൽ തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമെങ്കിലും ഈ ചുടാൻ വേണ്ടിട്ട് അറിയുന്നത്. ഇനിയിപ്പോ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇടക്കിടക്ക് നെയ്പ്പത്തിൽ ചുടാൻ. ഇതിന്റെ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഇവിടെ ബട്ടർ ചിക്കൻ ആണ് എടുത്തിട്ടുണ്ടായത്. മാഷാ അല്ലാഹ്, നമ്മളെ നെയ്പ്പത്തലിന്റെ ഒരു ചന്തം നോക്കി. എന്നാ പിന്നെ ഓക്കെ, സീ യു അഗൈൻ.